എല്ലാവർക്കും സ്വാഗതം. ഇത് റേഡിയോയിലുമാണ്. ഹൃദയപൂർവ്വമായി കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. ഓരോ മുറിവിന്റെയും വേദനയുടെയും പിന്നാലെ എത്തുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും പുഞ്ചിരി, ഒരു തലോടൽ, ഞാൻ ഇവിടെയുണ്ട് എന്നൊരു ആശ്വാസവാക്ക്. ഒരു നേഴ്സ് നൽകുന്നത് മരുന്നിനു മേലെയുള്ള കരുണയുടെ സ്പർശനമാണ്. ലോകത്തുള്ള എല്ലാ നഴ്സുമാർക്കും ഈ ദിവസം ഹൃദയപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞായതുകൊണ്ട് തന്നെ NHSലെ മുൻ മെന്റൽ ഹെൽത്ത് നഴ്സും ബ്രിട്ടനിലെ ആദ്യ മലയാളി MP-യുമായ ശ്രീ സോജൻ ജോസഫ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്റെ കൂടെയുണ്ട്. ഏറെ ആദരവോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ റേഡിയോ ലൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജൂലി. റേഡിയോ ലൈമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ദിവസം, നഴ്സസ് ഡേ സെലിബ്രേഷൻ നടക്കുന്ന ദിവസം തന്നെ നിങ്ങളോട് കൂടെ അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിന് റേഡിയോ ലൈമിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദി സാർ, ഒരുപാട് സന്തോഷം. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായി ഒരു മലയാളി സ്ഥാനമേറ്റു എന്ന വാർത്ത പത്രത്തിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമായിരുന്നു. ഇപ്പൊ അങ്ങയോട് സംസാരിക്കുമ്പോൾ തന്നെ അത്രയും അഭിമാനത്തോടു കൂടിയാണ് ഞാനിരിക്കുന്നത്. ആദ്യമായി തന്നെ ചോദിക്കട്ടെ, സാറിന്റെ നാട്, പഠിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്? ജൂലി, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു വർഷം ആകാറായി. ഇപ്പോൾ അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ആ പുതുമോടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ നല്ല തിരക്കിലാണ്. ഒരുപാട് മീഡിയയിലും ഒക്കെ ഞാൻ എന്നെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെയായിരുന്നു. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരായിരുന്നു. പിന്നെ 2001 നേഴ്സിംഗ് ജോലിക്കായിട്ട് ഇവിടെ UK-ലെത്തിയത്. സാറിന് ഒരു പക്ഷെ അതിന്റെ പുതുമോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും സാറിന്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷവും അഭിമാനവും ഒക്കെയാണ്, പ്രത്യേകിച്ച് UK മലയാളികൾക്ക്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം സാർ ഇങ്ങോട്ട് നഴ്സിംഗ് ജോലിയായിട്ട് തന്നെയാണോ വന്നതല്ലേ? അതെ അതെ, ഞാൻ ഇവിടെ UK-ലേക്ക് വരാൻ നഴ്സിംഗ് ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് 2000-2001 ഒരുപാട് നേഴ്സസ് ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ടും അതുപോലെ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ NHSലേക്ക് ഡയറക്റ്റായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ആ കൂട്ടത്തിൽ വന്നതാണ് ഞാനും. ഓക്കെ സാർ. ഭൂമിയിലെ മാലാഖമാരാണ് നേഴ്സുമാർ. വെളുത്ത യൂണിഫോം ആയതുകൊണ്ടല്ല അവരെ മാലാഖമാർ എന്ന് വിളിക്കുന്നത്. അവരുടെ സേവനവും ക്ഷമയും സൗഷ്ണതയും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഒരു നേഴ്സ് എന്നതിന്റെ മഹത്വം പലപ്പോഴും സർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഭൂമിയിലെ മാലാഖമാർ എന്നൊക്കെ വളരെ വിളിക്കുമ്പോൾ വളരെ ആകർഷകത തോന്നാറുണ്ട്. അതിൻ്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നഴ്സുമാർക്ക് എപ്പോഴും നമ്മൾ ചികിത്സിക്കുന്ന രോഗികൾ, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെയൊക്കെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർ വിമുക്തമായി അവർ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസ് വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോവുകയും അവരുടെ ക്രൈസിസ് ഒക്കെ കഴിഞ്ഞ് അവർ ബെറ്ററായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന, അല്ലെങ്കിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു മഹത്വമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭൂമിയിലെ മാലാഖമാരെന്നൊക്കെ നമ്മുടെ മീഡിയയോ അല്ലെങ്കിൽ ആളുകളൊക്കെ നമ്മുടെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത്രമാത്രം ആരും നേഴ്സിങ്ങിന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മഹത്വമുണ്ട്. നമ്മുടെ തിരിച്ച് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും നേഴ്സുമാർക്ക് അർഹമായ സ്ഥാനങ്ങളോ അംഗീകാരങ്ങളോ കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മൾ ഈ നാട്ടിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്നാ പറയുന്നത്, നല്ല ജീവിതത്തിൽ നേഴ്സുമാർക്ക് അവരുടേതായ അംഗീകാരം കിട്ടുന്നുണ്ട്. ഭൂമിയിലെ മാലാഖമാരെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു രസമാണ്. അതെ, മാലാഖമാർ എന്ന് പറയുമ്പോൾ നമുക്കും ഒരു നല്ല സന്തോഷമാണ്. NHS എന്നതൊരു വിശാലമായ ആരോഗ്യ സംവിധാനമാണ്. അതിന്റെ ഭാഗമായിരുന്ന ആളെന്ന നിലയിൽ നഴ്സുമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് സാർ? NHS ഒരു നമ്മുടെ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വലിയ ഒരു സംവിധാനമാണ്. നേഴ്സസ് എങ്ങനെ അവിടുത്തെ കാണുന്ന വെല്ലുവിളികളെ നേരിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ 2 രീതിയിൽ കാണണം. ഒന്ന്, നമ്മൾ ഒരു വിദേശ നേഴ്സ് എന്ന നിലയിൽ ആണ് താങ്കൾ ചോദിച്ചതെങ്കിൽ 20-25 വർഷം മുമ്പ് 2000-ന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അന്നത്തെ സർക്കാർ, അന്ന് ലേബർ സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്.
അന്ന് NHSലെ നേഴ്സസ് ഷോർട്ടേജുകൾക്ക് അവർ ഇന്ത്യയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വ്യാപിപ്പിക്കുകയും അന്ന് അവിടെ വന്ന ആ കാലഘട്ടത്തിൽ നേഴ്സസ് ഇവിടെ വന്നു തുടങ്ങി. അവർ വളരെയധികം ഹാർഡ് വർക്കിംഗ് നേഴ്സസ് ആയിരുന്നു വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ, പുതിയ വർക്കിംഗ് എൻവയറമെൻറ്റിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി ഇവിടെ നല്ല നിലയിലേക്ക് പലരും എത്തുകയൊക്കെ ഉണ്ടായി. നമ്മുടെ നേഴ്സസിനെ കുറിച്ച് ഇവിടെ പൊതുവെ കേരളത്തിൽ നിന്ന് വരുന്ന നേഴ്സുമാർ ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളൊരു നല്ലൊരു ഇമേജ് നമുക്ക് ആ കാലഘട്ടത്തിൽ വന്ന നേഴ്സുമാർ ഉണ്ടാക്കിയെടുക്കുകയും അതുകൊണ്ടാണ് പിൽക്കാലത്താണെങ്കിലും NHS ഈ നേഴ്സസ് റിക്രൂട്ട്മെൻറ്റിന് കേരളത്തെയും ഇന്ത്യയും ഒക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ NHSൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടുക നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നവർക്ക് അത് എപ്പോഴും ഒരു ചലഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ നാട്ടിൽ പുതിയ സംസ്കാരവും കൾച്ചറും ഒക്കെ പഠിച്ചെടുക്കുക, ആ ജോലി സ്ഥലത്ത് നമുക്ക് മറ്റുള്ളവരുടെ ഒപ്പം പിടിച്ചു നിൽക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ മലയാളി നേഴ്സുമാരെ സംബന്ധിച്ചുള്ള ചലഞ്ചസ്. പൊതുവെ NHSനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, NHS ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട്. റിക്രൂട്ട്മെൻറ്റ്, റിട്ടൻഷന്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇൻക്രീസ്ഡ് ഡിമാൻഡ്, രോഗികളുടെ എണ്ണം കൂടുന്നു, അതനുസരിച്ചുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നത് നേഴ്സുമാരാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും അവരായിരിക്കും. വളരെ സ്ട്രെസ്ഫുള്ളാണ് ജോബ്, സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ NHSലുണ്ട്. അതെ, ശരിയാണ് സർ. സാറിന്റെ നഴ്സിംഗ് ജീവിതത്തിൽ മറക്കാനാവാത്ത, സന്തോഷിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സന്ദർഭം ഏതായിരിക്കും? ഇത് ക്വസ്റ്റ്യൻ കുറച്ച് പേഴ്സണലായി പോകുമെന്ന് സംശയമല്ല ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ മറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ പഠനകാലത്തും ജോലിക്കാലത്തും ഒക്കെ നമുക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് ചിരിക്കാവുന്നതൊക്കെയുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വിഷമമുള്ള സാഹചര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ നേഴ്സുമാർ. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരെണ്ണം എടുത്തു പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം, എൻ്റെ നഴ്സിംഗ് ജോലിക്കിടയിലാണ് ഞാൻ എൻ്റെ പങ്കാളിയെ കണ്ടെത്തിയത്. അതായിരിക്കും ഒരു പക്ഷേ ആണെങ്കിൽ സന്തോഷമുള്ള കാര്യം. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു നഴ്സിംഗ് ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. മാത്രമല്ല, ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിത പങ്കാളിയെ കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ നഴ്സിംഗ് ജീവിതത്തിൽ ഒരുപാട് പേഷ്യൻസ് കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും പേഷ്യൻറ്റിൻ്റെ മുഖമുണ്ടോ സാറിന്? തീർച്ചയായിട്ടും ഒരുപാട് പേഷ്യൻസിനെ ഓർത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഇവിടെ ഈ രാജ്യത്ത് ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെൻ്റൽ ഹെൽത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം ആദ്യം ആരുടെ മുഖം ഓർത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷിഫ്റ്റിനിടയ്ക്ക് നല്ല ഇടി കിട്ടിയായിരുന്നു ഒരു പേഷ്യൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ പേഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കത്തില്ല, അത് ഓർത്തിട്ടുണ്ട്. നമ്മളെ വേദനിപ്പിച്ചവർ, പ്രത്യേകിച്ച് ഇടി തന്നവരെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ സാർ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന പൊതുവായ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആളുകളുടെ എക്സ്പെക്റ്റേഷൻ, പേഷ്യൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒത്തിരി കൂടുകയും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയുടെ ഭാരം ഒരുപാട് കൂടുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമുക്ക് ജോലി ചെയ്ത് കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് സ്ട്രെസ്ഫുൾ ആവില്ല. അതിപ്പം ആരോഗ്യ മേഖലയിൽ നിന്ന് മാത്രമല്ല. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, കുറേ കാലങ്ങളായിട്ട് ഈ തൊഴിലിന് ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക് അതിലേക്ക് അങ്ങനെയുള്ള ഈ ആരോഗ്യ മേഖലയിലെ ജോലിക്ക് താല്പര്യം കുറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നഴ്സിംഗ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും മറ്റ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഏത് ജോലിയാണെങ്കിലും ലോക്കൽ പോപ്പുലേഷനിൽ നിന്നും ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകാനും ഇങ്ങനെയുള്ള ജോലിയിലേക്ക് പോകാനുമുള്ള താല്പര്യം കുറയുകയും അതിനനുസരിച്ച് നമ്മൾ
വിദേശത്ത് പഠിച്ച ആളുകളെ, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, നഴ്സസ്, ഇവരെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ നാട്ടിൽ കാണുന്നത്. അതിന് പ്രധാനമായ പല കാരണങ്ങളുണ്ട്. 2010 ശേഷം ഈ കഴിഞ്ഞ 14 വർഷം ഇവിടെ അധികാരത്തിലിരുന്ന സർക്കാർ കൊണ്ടുവന്ന ഓസ്റ്ററിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശമ്പള വർധനവ് കഴിഞ്ഞ 14 വർഷമായിട്ട് കാര്യമായ ശമ്പള വർധനവൊന്നും ഈ തൊഴിലുകൾക്കില്ലായിരുന്നു. നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് ഇവിടെ സ്ട്രൈക്കിലായിരുന്നു. അവരുടെയൊക്കെ നമ്മൾ 5-6 വർഷം പഠിച്ചതിന് ശേഷം ജോലിക്ക് കയറി കഴിയുമ്പം അവർക്ക് കിട്ടുന്ന ശമ്പളം മറ്റ് ചില ജോലികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു. നഴ്സസിനാണല്ലോ ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നം. അപ്പോൾ നമ്മുടെ ജോലിഭാരം കൂടുകയും അതിനനുസരിച്ചുള്ള റിട്ടേൺസ് കിട്ടുന്നില്ല. ഒന്ന്, നമുക്ക് ജോലിയിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, നമുക്ക് അതിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല. അതൊക്കെ ഈ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറെ കാലങ്ങളായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു നേഴ്സായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ ഇതേ പ്രൊഫഷനിലേക്ക് എന്തുമാത്രം പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നോക്കിയാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയാണ്, ഏതൊരു ജോലിയായാലും സ്ട്രെസ്ഫുൾ ആയിരുന്നല്ലാതെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒരിക്കലും ചെയ്തു തീർക്കാൻ പറ്റില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനെടുക്കുന്ന മാർഗങ്ങൾ, നടപടികൾ എന്തൊക്കെയായിരിക്കും സർ? ഇതൊക്കെ പരിഹരിക്കപ്പെടാറുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഈ നാട്ടിൽ NHS എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പം ഇത് നന്നാകുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ്. ഈ നാട്ടിലെ ജോലി ചെയ്യുന്നവരുടെ മാത്രമല്ല, എല്ലാവരുടെയും. NHS എല്ലാ കാലവും ലേബർ സർക്കാരുകൾ ഇരുന്നപ്പോഴാണ് NHS അതിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ നടത്തിയിട്ടുള്ളത്. 2010 ഇതിനു മുമ്പുണ്ടായിരുന്ന ലേബർ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ NHSൽ നന്നായി ഉണ്ടായിരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു മാനിഫെസ്റ്റോ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് NHS 10-year പ്ലാൻ ഇപ്പോൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 1-2 മാസത്തിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരും. കൂടുതൽ നഴ്സസിനെ ട്രെയിൻ ചെയ്യിക്കുക, കൂടുതൽ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുക. നമുക്കറിയാം, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഈ പുതിയ സർക്കാർ അധികാരത്തിലേറ്റെങ്കിലും NHS ബഡ്ജറ്റ് മാത്രം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു. 26 ബില്യൺ പൗണ്ടാണ് NHSന് വേണ്ടി മാറ്റിവെച്ചത്. പണം മാത്രം പോരാ, അതിനോടൊപ്പം പരിഷ്കരിക്കുകയും കൂടെ വേണം. അങ്ങനെയാണ് ഒരുപക്ഷെ ജൂലി കേട്ടണമെന്ന് എനിക്ക് നോട്ട് ചെയ്തതെന്ന് അറിയത്തില്ല, നമ്മുടെ NHS ഇംഗ്ലണ്ട്, NHS അല്ല NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ലെവൽ, മാനേജേഴ്സ് മാത്രം ഉൾപ്പെടുന്ന ഒരു ലെവൽ ഉണ്ടായിരുന്ന ആ ഓർഗനൈസേഷനെ റിമൂവ് ചെയ്യുകയാണ്. കാരണം ഇതിലുള്ള ബ്യൂറോക്രസി കുറയ്ക്കുവാനായിട്ട്. അപ്പോൾ പരിഷ്കരണം, പൈസ മാത്രമല്ല പരിഷ്കരണം, അത് ആ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിന് താഴെ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിൻ്റെ താഴെയാണ് ICB, NHS ട്രസ്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ലെയർ എടുത്ത് നീക്കുന്നത് തന്നെ ഇതിനുള്ള പരിഷ്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗുണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റുകൾ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് GP അപ്പോയിൻമെൻറ്റുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരം മാറ്റങ്ങൾ എല്ലാവർക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. സർ, ഒരു നല്ല നേഴ്സാകാൻ വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് ഓരോരുത്തരോടും ചോദിച്ചാൽ പലരും പല രീതിയിലായിരിക്കും ഉത്തരം പറയുന്നത്. എൻ്റെ ഒരു രീതിയിൽ ആദ്യം വേണ്ടത് നമുക്ക് ആ പ്രൊഫഷനോട് താല്പര്യം വേണം. ഒരു ജോലി എന്ന് മാത്രം കാണാതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി വേണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ പല സീനിയർ ലെവലിലെത്തിയ നഴ്സസിനെ നോക്കിയാലും അവർക്കൊക്കെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് അതിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഒരു നല്ല നേഴ്സാകാൻ എപ്പോഴും ആവശ്യമാണ്. അത് നമ്മുടെ കരിയർ പ്രോഗ്രഷനൊക്കെ സഹായിക്കും. സത്യസന്ധത,
ഈ നാട്ടിലെ നമ്മുടെ പ്രൊഫഷണൽ കരിയർ മുന്നോട്ടുള്ള കരിയർ പ്രോഗ്രഷനും ഒക്കെ സത്യസന്ധത അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി, അങ്ങനെ ഏത് വേണമെങ്കിലും പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. എങ്കിലും എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നാറുള്ളത്. അതെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷേ സാറിനെ പോലുള്ള ആൾക്കാരുടെ വാക്കുകൾ വളരെ വിലയേറിയതാണ്. UK ആരോഗ്യ മേഖലയിലേക്ക് എത്തുന്ന പുതിയ ആൾക്കാർക്ക് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഞാൻ മുകളിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്കും കൊടുക്കാനുള്ള ഉപദേശങ്ങൾ. സത്യസന്ധത, ആത്മാർത്ഥത, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനോടുള്ളത്, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച്, അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ പൂർണ്ണമായി മാറ്റിവെക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മുടെ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനോടും ഡിപ്പാർട്ട്മെൻറ്റിനോടും ഒക്കെ ഉള്ള ആത്മാർത്ഥത, ഈ 1-2 കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പുതിയതായിട്ട് വരുന്ന ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മാനേജർമാരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, അവരുമായിട്ട് എങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കുന്നു എന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലർക്കും പരാജയങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഇതിനു വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം മറന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. പിന്നെ സമയമെടുക്കും ചില കാര്യങ്ങൾ. നമുക്ക് പെട്ടെന്ന് എല്ലാം നേടണമെന്ന് സാധിക്കത്തില്ല, സമയമെടുക്കും. എല്ലാവരും ആദ്യകാലം മുതൽ വന്നവരൊക്കെ ബുദ്ധിമുട്ടി ഒക്കെയാണ് കുറച്ച് വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഇവിടെ ശരിക്കും സെറ്റിലാകുന്നത്. അപ്പം നമ്മൾ ഉടനെ തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ തന്നെ നമുക്ക് ഉയരങ്ങളിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും പാടില്ല. അപ്പം സമയമെടുക്കും. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ ഈ വിലയേറിയ ഉപദേശങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഒരു നഴ്സിംഗ് ജോലിയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള MP സ്ഥാനത്തിലേക്കുള്ള ആ ഒരു മനോഹരമായ സാറിന്റെ യാത്രയുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, അത് ഒരു പൊതുപ്രവർത്തനം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അന്നത്തെ കാലഘട്ടത്തിലുള്ള NHSന്റെ കടന്നുപോയിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും സ്റ്റാഫിൻ്റെ ബുദ്ധിമുട്ടുകളും, അതിനേക്കാൾ ഉപരി ഇവിടുത്തെ സൊസൈറ്റി, സമൂഹം അതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ട് അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, ഇവിടെ കൗൺസിലറായിരുന്നു. അതാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം. ഇപ്പോൾ നമ്മുടെ പല മലയാളി സുഹൃത്തുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടെ വളരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുന്നത് രാഷ്ട്രീയ തലങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ പ്രാതിനിധ്യം നമുക്ക് അവിടെ ആവശ്യമാണ്, നമ്മുടെ കാര്യങ്ങൾ റേസ് ചെയ്യുന്നതിനും മറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്നെയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. സാറിന്റെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുടിയേറ്റത്തിനെതിരായി പല സമരങ്ങൾ നടക്കുന്നതായി നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട് സാർ? ഇവിടേക്ക് വരാനിരിക്കുന്ന പുതിയ തലമുറയെ അത് എത്രത്തോളം ബാധിക്കും? ജൂലി, കുടിയേറ്റം ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ്. അതിപ്പോൾ ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല, എല്ലാ നാടുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണുകയാണ്. ഈ പാശ്ചാത്യ ലോകത്ത്, വെസ്റ്റേൺ കൺട്രീസിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ക്രമാതീതമായിട്ട് ഇവരെ കോപ്പി ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും, നല്ലൊരു ശതമാനവും ലീഗലായിട്ട് തന്നെ ഈ രാജ്യം കൊണ്ടുവരുന്ന ആളുകളാണ്. അതായത് നമ്മളെപ്പോലെയുള്ളവർ വർക്ക് പെർമിറ്റ് കൊടുത്ത്, ഇന്ത്യയിൽ പരസ്യം കൊടുത്ത്, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ പരസ്യം ചെയ്ത് ഇവിടെ വരൂ, ഇവിടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതാണ്. സ്റ്റുഡൻസിനെ വരുത്തുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ലീഗലായിട്ടുള്ളതാണെങ്കിലും ഇല്ലീഗൽ ഉള്ളതായിട്ടാണെങ്കിലും ഈ നാട്ടിൽ ഉള്ള ഒരു ആളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അവർക്കത് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ അത് രണ്ട് രീതിയിൽ കാണണം. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഈ നാട്ടിലെ സംവിധാനങ്ങളുമായിട്ട്, ഇവിടുത്തെ ആളുകളുമായിട്ട് എത്രമാത്രം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവർക്ക് മൈഗ്രൻസിനോടുള്ള ആറ്റിറ്റ്യൂഡും. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നത്, നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളെ മാത്രമായി ചുരുങ്ങി ജീവിക്കുകയും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ് എന്ന് ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് തോന്നുമ്പോഴാണ് അവരിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട്
മൈഗ്രേഷൻ കുറയേണ്ടത് ആവശ്യമാണ്. ഇല്ലീഗൽ മൈഗ്രേഷൻ പൂർണ്ണമായും നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല നമുക്ക് മൈഗ്രൻസിനും അതിനൊരു ഉത്തരവാദിത്വമുണ്ട് ഈ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാമെന്നുള്ളത്. അതെ, സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളൊക്കെ പലപ്പോഴും വീഡിയോയിലും മറ്റും കാണുന്നതാണ് ഇവിടേക്ക് പുതുതായി എത്തുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് നിയമങ്ങൾ അനുസരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, പലയിടത്തും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ തന്നെയാണോ ഒരു കടുത്ത വിസ നിയന്ത്രണം ഉണ്ടാകാനുള്ള കാരണങ്ങൾ? അങ്ങനെയുള്ള ചില ന്യൂസുകളൊക്കെ ഞാനും കേട്ടിരുന്നു. ആളുകൾ നേരിട്ടായും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഈ ലണ്ടൻ അല്ലെങ്കിൽ ബർമിംഗ്ഹാം പോലുള്ള മെഗാ സിറ്റിക്ക് പുറത്ത് ചെറിയ ചെറിയ റൂറൽ ഏരിയകളിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങുമ്പോൾ നമ്മളൊക്കെ അവിടെ എത്തുന്ന ആദ്യ മൈഗ്രൻസ് ആയിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ. അവർ നമ്മളെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ആളുകളുടെ എണ്ണം എല്ലാ സ്ഥലങ്ങളിലും കൂടി തുടങ്ങിയപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു രീതി ഇവരുടെ ജീവിതമായിട്ട് വ്യത്യസ്തമാണെന്ന് അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം ജോലി പ്രത്യേകിച്ച് ചോദിച്ച ഈ 1-2 കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ എണ്ണം കുറച്ചു കൂടി നമ്മുടെ ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ചില കേസുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ച് വണ്ടി ഓടിക്കുക, നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്ത് നമ്മൾ പല സ്ഥലങ്ങളിലും ആളുകളുടെ മുമ്പിലെത്തുക. നമ്മുടെ കേരളത്തിലെ രീതിയിൽ നമ്മൾ ഇവിടെ ആളുകളുടെ മുമ്പിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കതൊരു അസ്വസ്ഥമായിട്ട് തോന്നാറുണ്ട്. അപ്പം അത് സ്റ്റുഡൻസ് മാത്രം എന്നല്ല, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നവർ മാത്രമെന്നല്ല, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതെ, അത് ശരിയാണ്. നമ്മളൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആ നാടിൻ്റെതായി മാറുമ്പോഴാണ് അവിടെയുള്ളവരും നമ്മളെ പൂർണ്ണമായും സ്വീകരിക്കുന്നത്. കുറച്ച് നാളായി നേരിടുന്ന ഈ വിസ നിയന്ത്രണം, അതിനൊരു പഴയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമോ സർ? വിസ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ചേർത്ത് വേണം നമ്മൾ പറയാൻ. ഇവിടെ ഈ നാട്ടിലെ ആളുകൾ ഈ വെസ്റ്റേൺ കൺട്രീസ് എല്ലായിടത്തും അവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ കൊണ്ടുവരുന്നത്. ഇപ്പം ജോലിക്കാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും. അപ്പം ഈ നാട്ടിലെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ പുറത്തുനിന്ന് വരുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ പബ്ലിക് സർവീസിനെ എല്ലാം ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ജോലിക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇവിടെ ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ ഹോട്ടലുകളിൽ താമസിപ്പിച്ചു. അതൊക്കെ ഈ സ്റ്റേറ്റിന് ഒരുപാട് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ വിസ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ഈ രാജ്യത്ത് അവരുടെ ഈ രാജ്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്ന സംഭവമാണ് വിസ. അപ്പോൾ അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കുന്നതന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് എപ്പോൾ അത് കൂട്ടും കുറയ്ക്കും എന്നുള്ളത് ഇവിടുത്തെ ആവശ്യം അനുസരിച്ചായിരിക്കും അത് നടക്കുന്നത്. ഒരു നേഴ്സിംഗ് ഹെഡ് ആയിരുന്ന നിലയിലും ഒരു MP-യുടെ സ്ഥാനത്ത് നിന്നും ഈ നഴ്സിംഗ് ദിനത്തില് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരോട് എത്തിക്കേണ്ട ഒരു സന്ദേശം എന്തായിരിക്കും സാറിന്റെ? നേഴ്സിംഗ് ദിനത്തില് നേഴ്സുമാരിലേക്ക് എന്ത് സന്ദേശം എത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രൊഫഷൻ മാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തെയും അവർ ചെയ്യുന്ന നേഴ്സുമാർ ചെയ്യുന്ന ജോലിയെ സ്വാധീനിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിച്ച ചില ടോപ്പിക്കുകൾ, ജോലിയിലുള്ള സ്ട്രെസ്, അതുപോലെ തന്നെ ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ പ്രാരാബ്ദം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഈ UK ഒരു സാഹചര്യത്തിൽ ഒരു ഫുൾ ഡേ ജോലി കഴിഞ്ഞ് വരുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണം എന്നില്ല, ചില ദിവസങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ജീവിതം ഈ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൂടെ പോകുമ്പോഴും ജീവിതം ആസ്വദിക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ടൈമുകളും സ്പേസുകളും ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അത് നേഴ്സ് മാത്രം എന്നല്ല, നമ്മുടെ കണ്ടുവരുന്ന ഒരു പ്രവണത, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒപ്പം എപ്പോഴും ഒഴുകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളിപ്പോൾ ഒരു സംഘടനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമാണ്, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആ സംവിധാനങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ആ ഒഴുക്കിനോടനുസരിച്ച് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറം നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ളത്, നമ്മുടെ മുമ്പിൽ കാണുന്ന ചലഞ്ചിൽ അല്ലെങ്കിൽ ആരാണ് പറയുന്നത് തെറ്റാണ് അവർ പറയുന്നതെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ, അതായത് ആ പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട്
ചലഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ സ്വായത്തമാക്കണം. അത് നമ്മുടെ കരിയർ പ്രോഗ്രഷനും നമ്മുടെ മറ്റ് വളർച്ചയ്ക്കും ഒക്കെ അത് ഗുണകരമാണ്. ഇന്ന് കാണുന്ന, നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ലോകമാകെ കാണുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ആ കൂട്ടത്തോടൊപ്പം എപ്പോഴും ഒഴുകുന്നു, നമ്മൾ അവിടെ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർ പറയുന്നത് കേൾക്കുന്നു. അത് ചലഞ്ച് ചെയ്യപ്പെടുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. അത് മാറേണ്ട സമയമാണ്. അപ്പം നേഴ്സസ് എന്ന് മാത്രമല്ല, എല്ലാവർക്കും അത് ബാധകമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, അതാണ് എൻ്റെ ഒരു മെസ്സേജ്. അതെ, അവനവന് വേണ്ടി ജീവിക്കാനും സന്തോഷിക്കാനും മറന്നു പോകുന്നവരാണ് പലരും. സാറിന്റെ നാടിനോടുള്ള ഒരു അടുപ്പവും മലയാള മണ്ണിനോടുള്ള സ്നേഹവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തോടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ, സഹോദരങ്ങൾ, കുടുംബമൊക്കെ ഇപ്പോഴും നാട്ടിലാണ്. നാട്ടിൽ റെഗുലറായിട്ട് സന്ദർശിക്കാറുണ്ട്. നാട്ടിലെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും വീക്ഷിക്കാറുണ്ട്. ഒരു പ്രത്യേക അനുഭൂതിയാണ് നാട്ടിൽ അവധി സമയത്ത് പോകുക എന്നുള്ളത്. പോകുന്നത് ഒക്കെ നാടിനോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് സാർ. സാർ ഇപ്പോഴും മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ടോ? മലയാളം സിനിമകൾ കാണാറുണ്ടോ? അതുപോലെ തന്നെ പുസ്തകങ്ങളുമായിട്ടുള്ള സാറിന്റെ അടുപ്പം, കവിതകളും കഥകളും ഒക്കെ വായിക്കാറുണ്ടോ? നമ്മുടെ മലയാളത്തിലെ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ ആരായിരിക്കും? മലയാള പാട്ടുകൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇല്ല, അതിനുള്ള സമയം കിട്ടാറില്ല. ഒരു കുറെ കാലം മുമ്പ് വരെ മലയാള പാട്ടുകൾ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിക്കകത്തൊക്കെ എപ്പോഴും അതായിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് ഓരോ അവധി കഴിഞ്ഞ് വരുമ്പോഴും പെട്ടിക്കുള്ളിൽ കരുതുന്ന പഴയ CD-കളും കാസറ്റുകളും ഒക്കെ മലയാളത്തിൻ്റെതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് യാത്രക്കിടയിലും മറ്റുമൊക്കെ നമ്മൾ ന്യൂസ് ചാനലുകളൊക്കെയാണ് കേൾക്കാറുള്ളത്. മലയാളം ന്യൂസ് ചാനലുകളെന്നല്ല, ഇവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലുകളൊക്കെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് മലയാളം പാട്ടുകൾക്കായിട്ട് അങ്ങനെ കാണാറില്ല. പക്ഷേ മലയാള സിനിമകൾ കാണാറുണ്ട്. മലയാള സിനിമകൾ പറ്റാവുന്ന അവസരങ്ങളിലെല്ലാം കാണും. ഈ അടുത്തിടെ ഇറങ്ങിയ മോഹൻലാലിൻ്റെ പുതിയ 2 ചിത്രങ്ങളും കാണാൻ സാധിച്ചു. അങ്ങനെ മലയാള സിനിമ പറ്റാവുന്നപ്പോഴൊക്കെ കാണാറുണ്ട്. പുസ്തകങ്ങൾ, കവിതകൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും മലയാള പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. കാരണം സമയം കിട്ടാറില്ല, അതാണ് പ്രശ്നം. ചെറുപ്പകാലങ്ങളിലും നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ വായിച്ചിട്ടുണ്ട്. കവിതകളുമൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇല്ല. ഇപ്പം ഞാൻ പ്രധാനമായിട്ടും വായിക്കുന്നത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ന്യൂസ് പേപ്പറുകളും ഒക്കെയാണ്. നമ്മുടെ ജോലി സംബന്ധമായിട്ടും നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് കൊണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വ്യത്യസ്തമായ രീതിയിൽ ചരിത്ര കഥകളെയും മറ്റും നമ്മുടെ മുന്നിലേക്ക് രചിച്ച് ഒരു വ്യത്യസ്ത ശൈലി കാണിച്ച MD വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടല്ല, അതിനെ ഒരു വ്യത്യസ്ത രീതിയിൽ കാണാൻ സാധിക്കും, വ്യത്യസ്തമായ ഒരു കോണറിൽ നിന്ന് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചത് കൊണ്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും പോകുന്ന ഒരേ രീതിയിൽ നിന്ന് മാറി അല്പം മാറി ചിന്തിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ധൈര്യമാണ്. അതൊരു നമുക്ക് സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ രചനാശൈലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഓക്കെ, താങ്ക് യു. പലപ്പോഴും നമ്മുടെ ഒരു ജോലിയുടെ രീതി അനുസരിച്ച് പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായി വരുമല്ലോ അല്ലേ? ഒരു നഴ്സിംഗ് ജോലിയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള MP സ്ഥാനം വരെയുള്ള ശ്രീ സോജൻ ജോസഫിന്റെ ആ സുന്ദരമായൊരു യാത്ര എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഈ ദിവസം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. റേഡിയോ ലൈവിന്റെ ശ്രോതാക്കളോട്, UK മലയാളികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? UK മലയാളികളോട് അല്ലെങ്കിൽ പൊതുവായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മളൊരു വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്ന് നമ്മളുടെ എല്ലാവരും ഒരു ഡിജിറ്റൽ യുഗത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. എപ്പോഴും നമുക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണങ്ങളാണ്. പക്ഷേ ഇതേ സംവിധാനത്തിന് തന്നെ ചില ദൂഷ്യവശങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് കാണുന്ന ഹെഡ്ലൈനുകൾ ആണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും ബാധിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ആ കാണുന്ന ഹെഡ്ലൈനിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് നമ്മൾ പലപ്പോഴും കൂടുതൽ നോക്കാറില്ല.
അതുകൊണ്ട് ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ വരുന്ന മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുകയാണ് ആ ഘട്ടത്തിൽ. അതിനകത്ത് ഒരുപാട് മിസ്ഇൻഫർമേഷനുകൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട്, സത്യമല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ എനിക്കുള്ള ഈ പറയാനുള്ള സന്ദേശം, ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും, നമ്മുടെ മുമ്പിൽ ഫോണിൽ തെളിഞ്ഞു വരുന്ന പല ന്യൂസുകളും പലപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. ഒരുപാട് പോപ്പുലിസ്റ്റ് തിങ്കിങ്ങുകൾ നടക്കുന്നുണ്ട്. പഴയ കാലത്തെ പോലെ തന്നെ പണ്ട് ഈ രണ്ടാം ലോകമഹായുദ്ധമൊക്കെ ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ, ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തി അവരാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾ എന്ന രീതിയിൽ. അതുപോലെ ഇന്നൊരു തീവ്ര വലതുപക്ഷ മൂവ്മെന്റ് ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ന്യൂസ് ഹെഡ്ലൈനുകളും സത്യമായിരിക്കണമെന്നില്ല. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഡീറ്റെയിലുകൾ നോക്കാറില്ല. അതാണ് എൻ്റെ ഒരു സന്ദേശം. നമ്മൾ കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ കാണുവാനും അതിൻ്റെ കൂടുതൽ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുവാനും ശ്രദ്ധിക്കുക. അതെ അതെ, ഞാൻ ഉൾപ്പെടെയുള്ള UK മലയാളികൾ സാറിന്റെ ഈ വിലയേറിയ സന്ദേശം, മൂല്യമുള്ള ഈ വാക്കുകൾ വളരെ ഗൗരവമായി സ്വീകരിക്കുന്നു. വളരെ തിരക്കുകൾക്കിടയിൽ റേഡിയോ ലൈമിന് വേണ്ടി ഇത്രയും സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. സാറിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിനും പുതിയ വലിയ വലിയ നേട്ടങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ജൂലിക്കും അതുപോലെ റേഡിയോ ലൈമിനും എൻ്റെ പ്രത്യേക നന്ദി. എനിക്ക് ഇത്രയും എയർ ടൈം നിങ്ങൾ നിങ്ങളുടെ മീഡിയയിൽ കൂടി തന്നതിന് നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഒരുപാട് സന്തോഷം. ജീവിതത്തിന്റെ കൂടുതൽ സമയവും സ്നേഹവും കരുണയും നിറച്ചുകൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന എല്ലാ നഴ്സുമാരെയും ആദരവോടെ ഞാൻ ഈ നിമിഷം ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സോജൻ ജോസഫുമായിട്ടുള്ള അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. ഹൃദയപൂർവ്വം ജൂലി ഗണപതി. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.